എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ ടിക്ക ബിരിയാണി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള വറുത്തെടുക്കണം. അതിനുവേണ്ടി 1/2 കിലോ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള അരിയുമ്പോൾ അതിന് ഒത്തിരി കട്ടി കൂടിപ്പോരുത്. കനം തീരെ കുറഞ്ഞു പോകാനും പാടില്ല. ഒരു നാണയത്തിൻ്റെ തിക്നെസ്സാണ് നമ്മൾ സവാള അരിയുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഇത് വറുത്തെടുക്കാനായിട്ട് ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണയ്ക്ക് മിതമായിട്ടുള്ള ഒരു ചൂടാണ് വേണ്ടത്. ഇതിലേക്ക് അരിഞ്ഞെടുത്ത് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ കുറച്ച് സമയം ഒരു 4-5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വറുത്തെടുക്കാം. എന്നിട്ട് ആ സവാളയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ വറുത്ത് കോരിയെടുക്കുക. ഇങ്ങനെ കളർ ചേഞ്ച് ആകാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഒരു കളർ മാറും. അപ്പോൾ ഈ ഒരു സമയം തന്നെ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റിയാലും ആ ഒരു ചൂട് കൊണ്ട് സവാളയുടെ കളർ ഒന്നുകൂടി മാറി വരും. എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുത്തിട്ട് വേറൊരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അധികമായിട്ടുള്ള എണ്ണ മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊരു പരന്ന പാത്രത്തിൽ നിരത്തിയിടുക. ഈ ഒരു കളറിലാണ് സവാള വറുത്ത് കോരേണ്ടത്. സവാളയുടെ കളർ കൂടുതൽ അങ്ങ് ഡാർക്കായാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്കുള്ള ചിക്കൻ മസാല തയ്യാറാക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടോ എല്ലില്ലാതെ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈര് കുറച്ച് സമയം അരിപ്പയിൽ വെച്ച് അതിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറഞ്ഞ് കിട്ടിയ ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അതായത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇനി കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചാട്ട് മസാല. ചാട്ട് മസാല കയ്യിലില്ലെങ്കിൽ കുറച്ച് നല്ല ജീരകം പൊടിച്ച് ചേർത്താലും മതിയാവും. പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി, 2 ടീസ്പൂൺ ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി മുഴുവൻ പിഴിഞ്ഞതിലേക്ക് ചേർക്കാം. സവാള വറുത്ത എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ട് ഇത് കുറഞ്ഞത് 3 മണിക്കൂർ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. 3 മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ അല്പം എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. സവാള വറുത്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ പീസസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 6 മിനിറ്റ് നേരം ഒരു സൈഡിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗം 6 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ മൊരിയിച്ചെടുക്കാം. ഒരു തവണയും കൂടി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ചിക്കൻ ഒരുവിധം നന്നായിട്ട് തന്നെ നമുക്ക് കുക്കായി കിട്ടും. അതിനുശേഷം ഇത് ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. മുഴുവൻ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഒന്ന് കുതിർത്തി എടുക്കണം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ബസുമതി അരി നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 3 കപ്പ് അരി, അതായത് 750 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊരു 3-4 തവണ കഴുകി വെള്ളം ക്ലിയർ ആകുന്നവരൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇത് കുറച്ച് വെള്ളത്തിൽ അരമണിക്കൂർ നേരം കുതിരാനായിട്ട് ഇട്ട് വയ്ക്കാം. ഇത് നമ്മൾ ചിക്കൻ മസാല തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു ചൂടോടുള്ള പാത്രത്തിൽ സവാള വറുത്തതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഏതാനും സെക്കൻഡ് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മൊരിയിച്ചെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞാൽ 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതൊരു 30 സെക്കൻഡോളൊക്കെ ഒന്ന് വഴറ്റിയ ശേഷം നന്നായിട്ട് പഴുത്തിട്ടുള്ള 3 തക്കാളി വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് മൂടി വയ്ക്കാം. എന്നിട്ട് കുറഞ്ഞ ചൂടിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്തിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 നുള്ള് ചാട്ട് മസാല, അല്പം കസൂരി മേത്തി. നമ്മൾ ചിക്കനിൽ പുരട്ടാൻ ഉപയോഗിച്ച അതേ പൊടികളൊക്കെ തന്നെയാണ് ഇവിടെയും ചേർക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നതുവരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് ആ ചിക്കൻ പുരട്ടി വെച്ചിട്ടുള്ള മസാല കുറച്ച് ബാക്കിയുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്തിട്ട് എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പാകം അതുവരെ ഇളക്കി കൊടുക്കുക. ഈ ഒരു പാകം എത്തിക്കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. തൈരൊന്ന് ഉടച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് പുളിയുള്ള, എന്നാൽ ഓവറായിട്ട് പുളി ഉണ്ടാവരുത്, അങ്ങനെയുള്ള തൈരാണ് ചേർക്കേണ്ടത്. കുറഞ്ഞ ചൂടിൽ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇതിലും എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി വറുത്ത സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 2 പിടി മല്ലിയില, 1 പിടി പുതിനയില ഇത്രയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ചൂടുള്ള വെള്ളം 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് ചിക്കൻ അഥവാ വെന്തിട്ടില്ലെങ്കിൽ പാകത്തിന് വെന്ത് കിട്ടിക്കോളും. പിന്നെ ചിക്കൻ്റെ ഒരു ഫ്ലേവർ മസാലയിലേക്ക് കിട്ടാനും മസാലയുടെ ഫ്ലേവർ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാനും ഒക്കെ കുറച്ച് സമയം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. മസാല ഒട്ടും കരിഞ്ഞ് പിടിക്കരുത്. മസാല കരിഞ്ഞ് പിടിച്ചാൽ നമ്മുടെ ബിരിയാണിയുടെ രുചി തന്നെ മാറിപ്പോകും. ഇതിപ്പോൾ ഇവിടെ ചിക്കൻ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം റൈസ് ഒരരിപ്പയിലേക്കിട്ട് വെള്ളം മാറ്റിയെടുക്കണം. ഇനി ഒരു ചൂടുള്ള പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. സവാള വറുത്ത എണ്ണ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. 4-5 ഏലക്ക, 2 ഗ്രാമ്പു, 1 കഷ്ണം കറുവാപ്പട്ട, 1 ടീസ്പൂൺ സാജീരകം, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഇത്രയാണ് ചേർക്കുന്നത്. ഈ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2-3 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 5.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരി അളന്ന കപ്പിന് 5.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം ഇതുപോലെ വെട്ടി തിളച്ച് തുടങ്ങിയാൽ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയ ശേഷം ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഈ സമയത്ത് നമ്മൾ മൂടി വയ്ക്കുന്നില്ല, ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് തിളയ്ക്കുന്നത്. ഈ തിളച്ച് ഈ വെള്ളവും റൈസും ഒരേ ലെവലിലെത്തുന്ന ഒരു പാകമായി കഴിഞ്ഞാൽ ഇത് മൂടി വയ്ക്കുക. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കുക. ആ ഒരു സമയം കൊണ്ട് ആ വെള്ളമൊക്കെ വറ്റി റൈസ് പാകത്തിനായിട്ട് വെന്ത് കിട്ടും. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റോസ് കൈമയാണ്. ഇപ്പോൾ ഇവിടെ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി വറുത്ത സവാളയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഗരം മസാലയും കൂടി തൂക്കി കൊടുക്കുക. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ഈ സമയത്ത് വറുത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിന് മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല നിരത്തി കൊടുക്കുക. ഇതൊന്ന് ലെവൽ ചെയ്ത ശേഷം ബാക്കിയുള്ള റൈസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അല്പം നെയ്യ് തൂക്കി കൊടുക്കുക. പിന്നെ ആ പാല് ബാക്കിയുള്ളത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഗരം മസാല, മല്ലിയില, പുതിനയില, അല്പം കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. സവാള വറുത്തത് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ചൂടിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കുക. റൈസ് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒരു എക്സ്ട്രാ തിക്നെസ് കിട്ടാനായിട്ട് ഒരു പഴയ തവ ഈ പാത്രത്തിന് അടിയിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അപ്പം തന്നെ തുറക്കാതെ ഒരു 30 മിനിറ്റൊക്കെ ഇതേപോലെ തന്നെ അനക്കാതെ വയ്ക്കുക. എന്നിട്ട് തുറക്കുമ്പോഴാണ് ബിരിയാണിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആവുന്നത്. ബിരിയാണി ഇപ്പോൾ ഇവിടെ വിളമ്പാനായിട്ട് തയ്യാറായിട്ടുണ്ട്. നല്ല മണവും നല്ല രുചിയോടെ ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.